എന്താ ബുദ്ധസന്യാസിനി ഈ ചെറുപ്പക്കാരെ ചിന്തിപ്പിക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു കഥയുണ്ടല്ലോ, സെൻ ബുദ്ധിസത്തിലുള്ളതാണ്. വളരെ പ്രസിദ്ധമാണ്. ഈ ഈ പതിവായിട്ട് ഈ കുട്ടികൾ, കുറച്ച് ചെറുപ്പക്കാരിങ്ങനെ അവരുടേതായിട്ടുള്ള ഒരു ഈ ലക്കുലകാനും ഇല്ലാതെ പോകുന്നത് പോലെ അവർക്ക് തോന്നിയിട്ട് ഇവരെ ഒന്ന് തിരുത്തണം എന്ന് തോന്നിയതാണ്. അങ്ങനെ ഈ അമ്മുമ്മ ഇവർ വരുന്നത് കണ്ടിട്ട് അപ്പോൾ അവർ ആ ഇരുട്ടത്ത് പോയിട്ട് ഇങ്ങനെ എന്തോ തിരയണം. അപ്പോഴാണ് ഈ ചെറുപ്പക്കാർ വന്ന് ചോദിക്കുന്നത്, എന്താ മുത്തശ്ശി ഇവിടെ തിരയുന്നത്? എൻ്റെ സൂചി പോയി മക്കളെ, ഞാൻ തുന്നുമ്പോൾ സൂചി പോയി. അപ്പോൾ അവരെല്ലാവരും കൂടി സഹായിക്കാമെന്ന് കരുതി തിരയാൻ തുടങ്ങി. ആർക്കും ഇത് കിട്ടുന്നില്ല. അവസാനം ഏതോ ഒരുത്തൻ ചോദിച്ചു, അല്ല ഇത് എവിടെന്നാ തുന്നിയത്, എവിടുന്ന് തുന്നുമ്പോഴാണ് സൂചി പോയത്? അതെൻ്റെ വീട്ടിൽ നിന്നാണ്, ഞാൻ ആ വീട്ടിൽ തുന്നിയത്, ഇവിടെ വന്ന് തിരഞ്ഞാൽ കിട്ടുമോ? അപ്പോൾ ഈ വിളക്കുകാലിൻ്റെ ചുവട്ടിലാണ് ഇവർ തിരയുന്നത്. അവിടെ വഴിയിലൊരു വിളക്കുകാലുണ്ട്, അതിൻ്റെ ചുവട്ടിലാണ് ഇവർ തിരയുന്നത്. അപ്പോൾ അത് വീട്ടിൽ പോയിട്ട് തന്നെ തിരയണ്ടേ മുത്തശ്ശി? ഇവിടെ തിരഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുക? അതെ, ആ വീട്ടിൽ ഇരുട്ടായിരുന്നു, ആ ഇരുട്ടത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇരുട്ടത്തുനിന്നാണ് തുന്നിയത്. അപ്പോൾ ഇവിടെ വന്ന് തിരയാം, വെളിച്ചത്തുനിന്ന് തിരയാമെന്ന് വിചാരിച്ചു. മക്കളെ, നിങ്ങളോടും എനിക്ക് ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ എന്തന്വേഷിച്ചാണ് ഈ പോകുന്നത്? എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് ഈ ആനന്ദത്തിനായിട്ട്? ആ ആനന്ദം നിങ്ങളുടെ ഉള്ളിലാണുള്ളത്. ആ ഉള്ളിൽ നിങ്ങൾക്ക് കണ്ടെത്തിയാലുണ്ടല്ലോ, ഈ പുറത്തൊന്നും അന്വേഷിക്കേണ്ടതില്ല. അപ്പോൾ ഇവിടെയും ഭഗവാൻ എന്താ പറയുന്നത്? യോഗി എവിടെ എന്നെ കണ്ടെത്തും? സർവഭൂതസ്ഥിതം യോ മാം, യാതൊരുവനാണ് മാം എന്നെ, സർവഭൂതസ്ഥിതം സകല ജീവജാലങ്ങളിലും ഇരിക്കുന്ന എന്നെ, ഏകത്വം ആസ്ഥിത, ആ സമബുദ്ധിയെ, ഏകത്വത്തെ പ്രാപിച്ചവനായി, ഭജതി, ഭജ് സേവായാം, സേവിക്കുന്നത്, ഭജിക്കുന്നത്. അങ്ങനെ ആരാണ് സേവിക്കുന്നത്? ചിന്മയാനന്ദ സ്വാമികളുടെ, നമ്മൾ ചിന്മയ മിഷൻ്റെ പ്രതിജ്ഞയിൽ പറയും, സ്വരാജ്യ സേവനമാണ് സർവേശ്വര സേവനം. ജനങ്ങളോടുള്ള ഭക്തിയാണ് പരമാത്മാവിനോടുള്ള ഭക്തി. മിഷൻ്റെ പ്രതിജ്ഞയിലെ വരികളാണ്.